എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണത്. സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി രേണു സുധി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു രേണുവിൻ്റെ മറുപടി. രേണുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. എന്നാൽ അത് ആൽബം ഷൂട്ടിൻ്റെ വീഡിയോ ആണെന്ന് രേണു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കിയിരുന്നു. അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആരാ എന്നവർ ചോദിക്കും. എന്തിനാ വെറുതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. രേണുവിന് അവതാരക ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ അവസാന നിമിഷത്തെ മണം പെർഫ്യൂമാക്കി നൽകിയത് ഏറെ ചർച്ചയായിരുന്നു. അപകട സമയത്ത് സുധി ധരിച്ച വസ്ത്രത്തിലെ മണമായിരുന്നു രേണുവിൻ്റെ ആഗ്രഹപ്രകാരം ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂമാക്കി മാറ്റിയത്. രേണുവിനെ വിമർശിച്ചു കൊണ്ടെത്തുന്ന കമൻറ്റുകളിൽ ഈ പെർഫ്യൂമിനെ കുറിച്ചുള്ള ട്രോളുകളും എത്താറുണ്ട്. ഈ പെർഫ്യൂം ദേഹത്ത് അടിക്കാറില്ല എന്നും മണത്ത് നോക്കുക മാത്രമാണ് ചെയ്യാനുള്ളതെന്നും പറഞ്ഞിരിക്കുകയാണ് രേണു ഇപ്പോൾ. ആ പെർഫ്യൂം ദേഹത്ത് അടിക്കാനുള്ളതല്ല, എനിക്കും കിച്ചുവിനും വീട്ടുകാർക്കും മാത്രം മനസ്സിലാകുന്ന ഒരു ഗന്ധമാണത്. അത് ഇന്നീ നിമിഷം വരെ അടിച്ചിട്ടില്ല. ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അത് തുറന്ന് ഒന്ന് മണപ്പിക്കും. അപ്പോൾ സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നും. അതിനു വേണ്ടിയുള്ള പെർഫ്യൂമാണത്. അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ അത് മണത്താൽ ഓടും. അതുപോലുള്ള ഒരു സ്മെല്ലാണത്. സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കുളിക്കുന്നതിന് മുൻപ് ഷർട്ട് ഊരി വെക്കില്ലേ, അപ്പോഴുള്ള വിയർപ്പിൻ്റെയൊക്കെ മണമാണത്. അതിൻ്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും? അത് തീർന്നിട്ടില്ല, അതുപോലെ ഇവിടെ ഇരിപ്പുണ്ട് എന്നാണ് രേണു പറഞ്ഞത്. എന്നാൽ ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അന്ന് രേണുവിന് ഈ ഒരു പെർഫ്യൂം ഭയങ്കര മണമായിരുന്നു. ഇപ്പോൾ അത് നാറ്റമായി. കാലം മാറി, രേണു മാറി എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് നിരവധി വരുന്നത്. ഈ വിഷയത്തിൽ ലക്ഷ്മി നക്ഷത്രയുടെ പക്ഷവും നിരവധി കമൻറ്റുകളുമായി എത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.